ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതുവരെ ആരും അവളെ കരയിച്ചിട്ടില്ല. നിങ്ങളായിട്ട് ഇനി അവളെ കരയിക്കരുത്. നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ അനൂപിനെ ജാമ്യത്തിലിറക്ക്. ഇല്ലെങ്കിൽ ഞാൻ വേറെ വഴി നോക്കിക്കോളാം. എനിക്കിനി ഈ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ എന്റെ കൊച്ചിനെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോവാ. നീ എന്ത് ഭ്രാന്താടി പറയുന്നത്? ജീവിതത്തിൽ ഇതുപോലെയുള്ള പല പ്രതിസന്ധികളും വരും. അതിനെല്ലാം തരണം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്നും ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന പറയാൻ മാത്രമേ സമയം കാണുള്ളൂ. മീരേ, ഞാൻ അവന്റെ അമ്മയാ. 10 മാസം ഞാൻ എന്റെ വയറ്റിൽ കൊണ്ടു നടന്ന് പ്രസവിച്ചത് അവന്. നിന്നേക്കാൾ ദുഃഖം എന്റെ നെഞ്ചിലുണ്ടടി. ഞാനത് പുറത്ത് കാണിക്കാത്തത് എന്റെ നെഞ്ചി കത്താച്ചിട്ടല്ല, ഉള്ളിലെ കരച്ചിൽ അടക്കി പിടിച്ച് ജീവിക്കുന്നത് കൊണ്ട്. എന്റെ മോന് ജാമ്യം കെട്ടി പുറത്തു വരാൻ ഓരോ നിമിഷവും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ മോള് പേടിക്കണ്ട കേട്ടോ. മോളുടെ അച്ഛൻ വരും. മീരെ, മോളുടെ വിഷമം അമ്മയ്ക്ക് അറിയാം. പക്ഷെ സഹിച്ചല്ലേ പറ്റൂ. അച്ചു സച്ചിയും അവനെ കൊണ്ടുവരും. നീ ഒന്ന് സമാധാനായിട്ടിരിക്കും മീരെ. നീ വന്നേ. ഓ, വക്കീൽ ഇതുവരെ വിളിച്ചില്ലല്ലോ. വിളിക്കും. എന്തായാലും അവര് സംസാരിക്കുന്നല്ലേ പറഞ്ഞത്. അമ്മയാണല്ലോ, താൻ സംസാരിക്കും. അമ്മ, എന്നെ തീറ്റിക്കാനാണോ നിന്റെ ഉദ്ദേശം? അമ്മ എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നു? പിന്നെ ഞാൻ എന്ത് വേണം? എന്റെ മോൻ ഇപ്പൊ ജയിലിൽ കിടക്കുക. ഇവിടെ അവന്റെ ഭാര്യയും മോളും ഉണ്ട്. അച്ഛനെ സ്വപ്നം കണ്ട് ആ കുഞ്ഞ് പകല് പോലും എണീറ്റിരുന്ന് കരയുക. ആ കരച്ചിലടക്കാൻ ഞാൻ എന്ത് ചെയ്യണം? മീര മോളെയും കൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന മൃതിന്റെ ബഹളം വെക്കുക. ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ തന്നെ ഒന്ന് പറഞ്ഞതാ. അമ്മ ഇങ്ങനെ വിഷമിക്കാതെ. കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. നിനക്കൊന്നും മനസ്സിലാവില്ല അച്ചു. എത്രയും പെട്ടെന്ന് നിങ്ങൾ അനൂപിനെ ജാമ്യത്തിൽ ഇറക്കണം. ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് നിനക്കറിയില്ല. ആ കുഞ്ഞിന്റെ കരച്ചിൽ കണ്ടിട്ടാണെങ്കിൽ എനിക്ക് സഹിക്കുന്നില്ല. നമ്മുടെ കുടുംബത്തിൽ ആദ്യം ജനിച്ച കുഞ്ഞാ അവള്. ഇതുവരെ ആരും അവളെ കരയിച്ചിട്ടില്ല. നിങ്ങളായിട്ട് ഇനി അവളെ കരയിക്കരുത്. നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ
നീ അനൂപിനെ ജാമ്യത്തിലിറക്ക്. ഇല്ലെങ്കിൽ ഞാൻ വേറെ വഴി നോക്കിക്കോളാം. ഉള്ളതെല്ലാം വിറ്റ് പെറുക്കിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും ഞാൻ അവനെ രക്ഷിച്ചോളാം. നീയും നിന്റെ അനിയത്തിയും കൂടെ അവിടെ സുഖമായിട്ടങ്ങ് ജീവിച്ചോ. അമ്മേ, നിന്റെ പോരുത് നീ. നിന്റെ അനിയത്തി ഒരുത്തി ഉണ്ടല്ലോ അവിടെ. അനൂപ് ജയിലിലായിട്ട് ഇതുവരെ ഒന്ന് വിളിച്ചിട്ട് പോലുമില്ല അവള്. എന്റെ മോനെ ആരെങ്കിലും കൊന്നാ പോലെ നിങ്ങൾക്കൊന്നുമില്ലല്ലോ. പ്രേമം തലയ്ക്ക് പിടിച്ച് അവന്റെ കൂടെ ഒളിച്ചോടിപ്പോയതാ നിന്റെ അനിയത്തി. അതിന് കൂട്ടുനിന്നത് നീയും. പക്ഷെ നിങ്ങൾ രണ്ടുപേരെ കൈപിടിച്ച് നടത്തിയതും വളർത്തിയതും ഒക്കെ അവനാ. അത് നിങ്ങൾ മറക്കരുത്. അച്ഛനെ പോലെയല്ലേടി അവൻ നിങ്ങളെ നോക്കിയത്. നിന്റെ അനിയത്തിക്കിപ്പോ ഞങ്ങളെ വലിയ പുച്ഛവാ. ഇതൊക്കെ മറന്ന ദൈവം പോലും പുറക്കത്തില്ലെന്ന് നീ അവളോട് പറഞ്ഞേക്ക്. സച്ചേട്ടാ, എന്താ സച്ചേട്ടാ ഇത്? അമ്മ എന്തിനാ ഇത്രയ്ക്ക് ചൂടാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ എന്തോ വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അനൂപേണ്ണെ രക്ഷിക്കാൻ നമ്മളൊന്നും ചെയ്യുന്നില്ലെന്നുള്ള മട്ടിലാ അമ്മ സംസാരിച്ചത്. എനിക്ക് തിരിച്ചു പറയാനുള്ള അവസരം പോലും തന്നില്ല. ആവണിമോള് സ്വപ്നം കണ്ട് കരഞ്ഞു എന്നല്ലേ പറഞ്ഞത്? സച്ചേട്ടാ, ആരെ വിളിച്ചാ ഈ പ്രശ്നം ഒന്ന് തീർക്കാൻ പറ്റും? ACP കാർത്തികിനെ വിളിച്ചു. കമ്മീഷണർക്ക് പരാതിയും കൊടുത്തു. കാര്യങ്ങളിപ്പോ നമ്മുടെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പോയാ നെല്ലിശ്ശേരിയും വൃന്ദാവനവും എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോവും. നമ്മൾ ചേർത്ത് പിടിച്ച ബന്ധങ്ങളൊക്കെ ഇല്ലാണ്ടായി പോവും. അവർക്കൊരാപത്ത് വരുമ്പോ രക്ഷിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ജീവിക്കുന്നത്? എടോ, താനിങ്ങനെ വിഷമിക്കല്ലേ. താനൊന്ന് സമാധാനപ്പെട്, എല്ലാം ശരിയാവും. അനുപേട്ടനെ രക്ഷിക്കാനാ നമ്മൾ ശ്രമിക്കുന്നത്. അമ്മ തന്നോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞതല്ല ഇതൊന്നും. അമ്മയുടെ സങ്കടം കൊണ്ട് പറഞ്ഞതാ. അമ്മയുടെ മകനെ ലോക്കപ്പിൽ കിടക്കുന്നേ. അത് അമ്മയ്ക്കുണ്ടാക്കുന്ന വേദന വളരെ വലുതാണ്. അച്ഛനെ കാണാതെ ആവണിമോട് കരഞ്ഞ പിന്നെ അവരെന്ത് ചെയ്യും? എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പക്ഷേ ഒരു കാര്യം താൻ മറക്കരുത്, തന്റെ വയറ്റിൽ നമ്മുടെ ജീവനുണ്ട്. ഈ ലോകത്ത് മറ്റൊന്നും എന്നെ തളർത്തില്ല. പക്ഷേ തന്റെ കണ്ണീരിന് മുന്നിൽ ഞാൻ തോറ്റുപോകും. താൻ വിഷമിക്കരുത്, തന്റെ കൂടെ ഞാനുണ്ട്. അനുപേട്ടനെ നമ്മൾ ജാമ്യത്തിലിറക്കിയിരിക്കും. അഡ്വക്കേറ്റ് റാണി ചന്ദ്ര വിളിക്കുന്നു. ചിലപ്പോ അയാള് കോംപ്രമൈസിന് സമ്മതിച്ചു കാണും.